നമസ്കാരം. അങ്ങ് AKG സെന്ററിൽ ഇപ്പോൾ ആകെ അങ്കലാപ്പാണ്. ഇതിപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാവുന്നതിന്റെ മാക്സിമം പൂഴ്ത്തിവെച്ചു. പക്ഷേ മുഖ്യനിപ്പോൾ നിക്കക്കളിയില്ല. ആ റിപ്പോർട്ട് ഭൂരിഭാഗവും പിച്ചു ചീന്തിയിട്ടാണ് മുഖ്യൻ തന്റെ നിലനിൽപ്പ് കൂടി ഉദ്ദേശിച്ച ഒടുവിൽ അത് പുറത്തുവിടാൻ തയ്യാറായത്. എന്നിട്ടിപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ കോഴി ഫാമിലേക്ക് മറ്റു കോഴികൾ കൂടി എത്തുന്ന അവസ്ഥ. AKG സെന്ററിൽ ഇപ്പോൾ കോഴികളുടെ നിരന്തരം കൂവലാണ്. ഈ കൂവൽ കേട്ട മുഖ്യമന്ത്രിക്ക് സമാധാനമില്ലാതായിരിക്കുന്നു. വീട്ടിൽ പോയി കിടന്നാലും ഉറക്കമില്ലാത്ത അവസ്ഥ. ഏതാണ്ട് മയാൾജിയ മുഖ്യമന്ത്രിയെ ബാധിച്ചിരിക്കുന്നുവെന്ന് തോന്നുന്നു. എന്തായാലും കൊല്ലം MLA എല്ലാവർക്കും അങ്ങ് നന്നെ ബോധിച്ചിരിക്കുന്നു എന്നേ പറയേണ്ടു. ഇത്രയേറെ ലീലാവിലാസങ്ങളുള്ള ഒരു MLA സ്ത്രീപക്ഷ സർക്കാരിനുണ്ട് എന്ന് പറയുന്നത് തന്നെ മുഖ്യമന്ത്രിക്കുള്ള ആദ്യത്തെ ട്രോഫി, കയ്യടി കൊടുക്കണം. രണ്ടാമത്, അതിനേക്കാൾ വെട്ടുന്ന മറ്റൊരാൾ, അതായത് ഇരുവരും തമ്മിൽ മത്സരമാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ അടുത്ത കോഴി ഗണേഷ് കുമാറിനെ പറ്റി തന്നെ. എന്തായാലും അദ്ദേഹവും ചെയ്തിരിക്കുന്നത് മത്സരത്തിന് അണുവിട തെറ്റാതെയുള്ള പ്രവർത്തനങ്ങളാണ്. അതിനും മുഖ്യമന്ത്രിക്ക് ഒരു ട്രോഫി ഉണ്ട്, ഇവരെയൊക്കെ തിരഞ്ഞെടുത്തതിന്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഏതൊക്കെ കോഴികളെയാണാവോ നോക്കാൻ പുറപ്പെടുന്നത് എന്നുള്ളത് അറിയാനും പാടില്ല. മൊത്തത്തിൽ അവിടെ കോഴി കൂവലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, AKG സെന്ററിൽ ഉള്ള കോഴികളെ കൊണ്ട് തന്നെ ആകെ മനസ്സമാധാനമില്ലാത്ത അവസ്ഥ. ആരൊക്കെയാണ് ആ കോഴികൾ? ഒന്ന് ആലോചിച്ചു നോക്കൂ. P. ശശി, PK ശശി, MA ബേബി, തോമസ് ഐസക്, ഗോപി കോട്ടമുറിക്കൽ എന്നിങ്ങനെ യുവ നിരയിലേക്ക് എത്തി നിൽക്കുകയാണ് AKG സെന്ററിലെ കോഴിപ്പട. മുഖ്യമന്ത്രി അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കിയാൽ ഏതാണ്ട് പോൺ സിനിമ കാണുന്ന അവസ്ഥ. ഇപ്പോൾ ഈ പ്രായത്തിലാണെങ്കിൽ കേൾക്കുന്നത് മൊത്തം അടൽസൊള്ളി കഥകളും. മുഖ്യന് ഒരു രവലേശം ഉളുപ്പില്ലേ എന്ന് ആരും ചോദിക്കരുത്. ഉളുപ്പില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ കേട്ടിരിക്കാനാണ് വിധി. കൂടെ കൂട്ടിയവരെല്ലാം ഇത്രയേറെ കോഴികൾ. ഇനി ഈ പിടക്കോഴികളെല്ലാം എങ്ങനെ നോക്കുമാവോ? ഇതിനിടെ തോൾ ചരിഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ നടൻ കണ്ണൂരിലുള്ള ഒരു പെൺപിടക്കോഴിയുടെ വീടു തേടി ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരുന്നത് മറ്റൊരു കഥ. ആ പെൺപിടക്കോഴിയെ കുറിച്ച് ഇനിയും നിരവധി കഥകൾ. ആ പെൺപിടക്കോഴിയാണ് തീവ്രത അളക്കാനിരിക്കുന്നത്. തീവ്രത അളക്കുന്ന മെഷീൻ ആ പെൺപിടക്കോഴിയുടെ അടുത്താണത്രേ. അവരാണ് AKG സെന്ററിലെ എല്ലാ പീഡനങ്ങളുടെയും ഞരമ്പുകളുടെയും തീവ്രത അളക്കുന്നത്. അവർക്കളന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ അത് അംഗീകരിക്കൂ. ലേശം കുറഞ്ഞു പോയാൽ അത് പീഡനമാകില്ല. അതിന് അവർക്ക് കൃത്യമായ ഒരു ലെവലുണ്ട്. ആ ലെവൽ വരെ എത്തണം. അതിന് താഴെ പോകുന്നവൻ ഈ AKG സെന്ററിൽ കയറാൻ പോലും അർഹതയുള്ളവരുമല്ല. ഇപ്പോൾ ഒടുവിൽ വന്ന് നിൽക്കുന്നത് കൊല്ലം MLA കുറിച്ചുള്ള ആരോപണങ്ങളാണ്. മുഖ്യനാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. കൊല്ലത്തിന് ഇപ്പോൾ ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ സ്വാഹ, എന്തു ചെയ്യുമെന്നറിയില്ല. എന്നാൽ ഈ പൂവൻകോഴിയെ ഗിരിരാജൻ കോഴി എന്ന് തന്നെ വിളിക്കേണ്ട അവസ്ഥ. ഈ ഗിരിരാജൻ കോഴിയെ കുറിച്ച് ആദ്യമായിട്ടൊന്നുമല്ല ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അദ്ദേഹത്തിന്റെ ഒരു നാൾ വഴി ഏതാണ്ട് ഞാൻ പറഞ്ഞു തരാം. MLA ആയിരിക്കുമ്പോൾ തന്നെ നിരവധി പരാതികളാണ് ഈ കൊല്ലം MLAക്കെതിരെ ഉയർന്നത്. ഒരു ഘട്ടത്തിൽ സ്ഥലം MLAയെ കാണാനില്ല എന്ന പരാതി പോലും ഉയർന്നിരുന്നു. സാമാജികനായിട്ടും മുകേഷ് സിനിമാ അഭിനയവും ചാനൽ ഷോകളും ഒന്നും നിർത്തിയിരുന്നില്ല. അതോടെ മണ്ഡലത്തിലെ പല പരിപാടികൾക്കും MLAയെ കിട്ടാത്ത അവസ്ഥ വന്നു. ഇത് പാർട്ടിക്കുള്ളിലും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി കേട്ടോ. കൊല്ലം MLA മുകേഷിനുള്ളതിനേക്കാൾ ആരാധകർ തന്റെ കഥാപാത്രങ്ങളായ ഗോവിന്ദൻകുട്ടിക്കും മഹാദേവനുമാണുള്ളത്. സിനിമ നിർത്തിയാൽ പിന്നെ താൻ ഇല്ല എന്നായിരുന്നു ഇതിന് മറുപടിയായി മുകേഷ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. പിന്നെ എന്തിനാണോ ഉവേ താൻ ഈ പണിക്ക് പോയതെന്ന് മലയാളി ചോദിക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ ശരിയുമുണ്ടായിരുന്നു. മുകേഷിനെതിരെ പ്രധാന പരാതിയായി വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? തനിക്ക് വരുന്ന ഫോൺ കോളുകളോട് പ്രതികരിക്കുന്ന അമാന്യമായ രീതിയാണ്. അത്തരം ഫോൺ സംഭാഷണങ്ങൾക്കിടയിൽ മുകേഷ് പറഞ്ഞ ഡയലോഗുകൾ പലതും പിന്നീട് മീമായും മറ്റും മാറിയിട്ടുണ്ട്. ഒരിക്കൽ ഫോണിൽ സഹായം ചോദിച്ചു വിളിച്ച വിദ്യാർത്ഥിയോട് പരുഷമായിട്ടാണ് സംസാരിച്ചത്.
ഇതിനെതിരെ ഈ പൂവൻകോഴിയോട് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഒരു കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ജനസേവകനാകുന്നതെന്നാണ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിച്ചത്. അതുപോലെ തന്നെ രാത്രിയിൽ വിളിച്ച ആരാധകനോട് അന്തസ് വേണമെടാ അന്തസ് എന്ന് മുകേഷ് പ്രതികരിച്ചതും വൈറലായിരുന്നു. ഇത് പിന്നീട് മീമായും ട്രോളായും ഒക്കെ മാറി കേട്ടോ. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ഒരു 10ാം ക്ലാസ്സുകാരനാണ് മുകേഷിനോട് ഒരു പരാതി പറയാൻ വേണ്ടി വിളിച്ചത്. കൂട്ടുകാരൻ കൊടുത്ത നമ്പർ ഉപയോഗിച്ചായിരുന്നു വിളി. ഫോൺ എടുത്തപാടെ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു MLA പ്രകടനം. 6 പ്രാവശ്യം എന്തിനാണ് വിളിച്ചത്? ഒറ്റപ്പാലം MLA മരിച്ചോ? അയാളെ വിളിക്കാതെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് തുടങ്ങി ശകാര വർഷം. വിദ്യാർത്ഥിക്ക് ബോധക്ഷയം ഉണ്ടാകാതിരുന്നത് എന്തായാലും നന്നായി. പലവട്ടം മുകേഷിന്റെ ഫോൺ കോളുകൾ സോഷ്യൽ മീഡിയയിൽ ലീക്കായിട്ടുമുണ്ട് കേട്ടോ. ചിലർ തന്നെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം വിളിക്കുന്നതാണെന്നും മുകേഷ് പറഞ്ഞിരുന്നു. ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്യുന്നവർക്കെതിരെ മാത്രമാണ് താൻ മോശമായി പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി ഇത് മാത്രമാണോ? ബഡായി ബംഗ്ലാവ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന പല തമാശകളും സ്ത്രീ വിരുദ്ധത നിറഞ്ഞതായിരുന്നു. എന്നിട്ടിങ്ങനെ കുലുങ്ങിയിരുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരി കൂടി കണ്ടാൽ ഭേഷായി. എന്തായാലും പറഞ്ഞു വന്നത് AKG സെന്ററിലെ ഈ പൂവൻകോഴികളെ കുറിച്ചാണ്. മുഖ്യന് എവിടെ നിന്നാണാവോ ഈ മാതിരി പൂവൻകോഴികളെ കിട്ടിക്കൊണ്ടിരുന്നത്. കോഴി കൂവാൻ തുടങ്ങിയതോടെ മുഖ്യന് സ്വസ്ഥതയില്ലാതെയായി. മുഖ്യന് ഒരു ഇരിക്കപ്പുറതിയുമില്ല. ഇപ്പോൾ സംസാരം മുഴുവൻ മറ്റൊന്നാണ്. ഈ AKG സെന്ററിൽ ഇത്രയേറെ കോഴികൾ ഉള്ളപ്പോൾ എന്തിനാണ് മുഖ്യ പുറത്തു നിന്നുള്ള കോഴികളെ കൂടി അതിലേക്ക് വലിച്ചിട്ടത് എന്നുള്ളതാണ്. ഒരു കോഴി പിന്നെ ഘടകകക്ഷിയിൽ നിന്നുള്ളതാണ്. പുള്ളിക്കാണെങ്കിൽ സ്ഥിരമായിട്ട് മുഖത്തൊരു പുച്ഛം നിറഞ്ഞ ഭാവമാണ്. എന്തുകൊണ്ടാണോ എന്തോ ജീവിതത്തിൽ മൊത്തം അദ്ദേഹത്തിനെ വേട്ടയാടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ കയ്യിലിരിപ്പ് അതിലേറെ മോശമായിരുന്നു. ഇനി കൊല്ലം MLA കാര്യം പറഞ്ഞാൽ ഒരു രക്ഷമില്ല. വെടിക്കഥകളല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. ഒരു കോലിൽ തുണി ഊറ്റിയാൽ അവിടെ വീഴും എന്നുള്ളതാണ് അവസ്ഥ. ഒരു നടനുണ്ട്, എല്ലാവർക്കും അറിയുന്ന നടൻ. കൊല്ലം തുളസി എന്നാണ് പേര്. പണ്ട് ഈ കൊല്ലം MLA ഒരു വീരകഥകളിൽ ഒന്ന് ഇതായിരുന്നു. കൊല്ലം തുളസി എന്ന പേര് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ പോയി മുട്ടി. ടക് ടക്. വാതിൽ തുറക്കുന്നു, മുഖം കാണുന്നു. അയ്യോ ഇതാരാ? ഞാനാ തുളസി. തുളസിയോ? ഇതാണോ തുളസി? അതെ, ഞാൻ തന്നെയാണ് തുളസി. ഇതോടെ വാതിൽ അടച്ചിട്ട് നടൻ പോയത്രേ. ഇങ്ങനെയൊരു പണി ആ നടന് കിട്ടാനുമില്ല. അത്രയേറെ കോഴിക്കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അന്തരീക്ഷം. ചെറിയ കുട്ടികളുടെ മുൻപിൽ വെച്ച് TV തുറക്കാൻ പറ്റാത്ത അവസ്ഥ, ഓൺലൈൻ മാധ്യമങ്ങളും തുറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തു ചെയ്യാൻ പറ്റും? പറയാനുള്ളത് ഇതെല്ലാം തന്നെ. ഇത്രയേറെ കോഴികളെ നോക്കി വളർത്തുന്ന പിണറായിക്ക് എന്തായാലും വലിയൊരു ട്രോഫി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനം കൊടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നന്ദി.